മന്ത്രിസഭാ രൂപീകരണം കർണാടകയിൽ കോൺഗ്രസിന് കീറാമുട്ടിയാകുന്നു. പുതിയ മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ ജൂൺ 3-ന്, അതായത് ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയോടൊപ്പം 8 മുതൽ 11 വരെ മന്ത്രിമാർ അധികാരമേറ്റേക്കും. എന്നാൽ ഇത് ആരൊക്കെ ആവണം എന്നതിൽ പൂർണ്ണ രൂപമായിട്ടില്ല. ഹൈക്കമാൻഡിന് മുന്നിൽ ഇപ്പോൾ കേരളം കഴിഞ്ഞാൽ അടുത്തൊരു പ്രതിസന്ധിയായി മാറുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡൽഹിയിലാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. അതിൻ്റെ കീറാമുട്ടിയെ വരുന്നത് മകൻ യതീന്ദ്രയ്ക്ക് മന്ത്രിസ്ഥാനവും പ്രധാന വകുപ്പും നൽകണമെന്നുള്ള സിദ്ധരാമയ്യയുടെ പ്രധാന ആവശ്യമാണ്. അതിനോട് എങ്ങനെയാണ് ഡി.കെ. ശിവകുമാർ പ്രതികരിക്കുക എന്നുള്ളത്, ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ സിദ്ധരാമയ്യെ പിണക്കാനും ആവില്ല. മനു ഭരത്, ഹൈക്കമാൻഡിന്റെ മുന്നിൽ മറ്റൊരു പ്രതിസന്ധി കൂടി ഉടലെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ കാര്യം നമുക്കറിയാം. ദീർഘനാളുകൾ ചർച്ച നടന്ന് ഒരു സമവായത്തിലെത്തിക്കാൻ സാധിച്ചു. അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സമാനമായി തന്നെ ഡി.കെ. ശിവകുമാറിനെയാണ് മെരുക്കേണ്ടത്, സിദ്ധരാമയ്യയാണ് മെരുക്കേണ്ടത്. ചെറിയ പണിയല്ല. ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം ഇനി അധികമില്ല. കർണാടകയിൽ അതിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ജൂൺ 3-ാം തീയതി 4 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ മന്ത്രിസഭയെ സംബന്ധിച്ചൊരു അന്തിമ ധാരണയായിട്ടില്ല. എത്ര പേർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അന്തിമ ധാരണയായിട്ടില്ല. എത്ര ഉപമുഖ്യമന്ത്രിമാരുണ്ടാകണം എന്നതിനെ സംബന്ധിച്ച് ഒരു അന്തിമ ധാരണയായിട്ടില്ല. ഏതായാലും ഇന്ന് രണ്ടുപേരും ഹൈക്കമാൻഡുമായി ഇന്ന് ചർച്ച നടത്തുന്നു. അതിനായി ഡൽഹിയിലേക്ക് തിരിക്കും. സിദ്ധരാമയ്യയും ശിവകുമാറിൻ്റെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഹൈക്കമാൻഡ് ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കും എന്നാണ് കർണാടകയിൽ നിന്നുള്ള എം.എൽ.എമാരും അതുപോലെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. അത് ഏത് നിലയ്ക്ക് വേണം എന്നത് ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ, എം.എൽ.എമാർ, ശരൺ പ്രകാശ് പാട്ടീൽ, അതുപോലെ രാഘവേന്ദ്ര ഹിറ്റ്നാൽ, അതുപോലെ ബസനഗൗഡ ദദാൽ തുടങ്ങിയ എം.എൽ.എമാർ അവരും ഹൈക്കമാൻഡിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പലരും ഈ മന്ത്രിസ്ഥാനത്തിനൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കും. ഏതായാലും എം.പി. പാട്ടീലും ദിനേശ് ഗൗഡ റാവുവും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് പ്രധാനമായി കരുതുന്നത്. മധു ബംഗാരപ്പ മറ്റൊരു പ്രധാന എം.എൽ.എ ആണ്. അപ്പോൾ ഇവർക്കൊക്കെ സ്ഥാനം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു കാര്യം, ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന്, ദളിത് വിഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രാതിനിധ്യം, മുനിയപ്പയെ പോലുള്ളവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്നൊക്കെയുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ ആ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് എത്ര പേർക്ക് കിട്ടും, അതുപോലെ ദളിത് പ്രാതിനിധ്യം ഉണ്ടാകുമോ, ഇതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നു. അതിനോടൊപ്പമാണ് സിദ്ധരാമയ്യ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പരമേശ്വരയെ ഒരു പ്രധാന പോർട്ട്ഫോളിയോ നൽകി, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ ആക്കി പ്രതിഷ്ഠിക്കണമെന്നൊക്കെ, അല്ലെങ്കിൽ തൻ്റെ മകൻ എന്നൊക്കെയുള്ള ആവശ്യങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് തരത്തിൽ പര്യവസാനിക്കുമെന്നത് വ്യക്തമല്ല. ഏതായാലും സിദ്ധരാമയ്യയുടെ താല്പര്യങ്ങൾ വലിയ തോതിൽ പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഹൈക്കമാൻഡ് ഒരു അന്തിമ നിലപാടിലേക്ക് എത്തുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. രഞ്ജിത്ത്, അവിടെ കർണാടകയിലെ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ള വലിയ ഒരു ടാസ്ക് ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. അതിൻ്റെ ശ്രമങ്ങൾ കാര്യമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.